ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഈശ്വര കൃപയും ആയുരാരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകൾക്കും വേണ്ടി നമുക്ക് ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട. അതാണ് എല്ലാ ലോകാ സമസ്ത സർവർക്കും സുഖം ഭവിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ സ്തുതിക്കാം, ഭഗവാനെ വാഴ്ത്തുക, പുകഴ്ത്തുക, നന്ദി അർപ്പിക്കുക. നമുക്ക് എത്രത്തോളം നമ്മളെ നിലനിർത്തി ഇത്രത്തോളം ആക്കിയ ഭഗവാന് നന്ദി അർപ്പിച്ചുകൊണ്ടിരിക്കണം എല്ലായ്പ്പോഴും. അതിനുവേണ്ടി ഭഗവാനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യണം. ലോകപിതാവായ ഈശ്വരൻ പരബ്രഹ്മമൂർത്തി സർവർക്കും നാഥൻ പിതാവായ ദൈവമാണ് പരമാത്മാവ്. ആ പരമാത്മാവാണ് ഭഗവാൻ കൃഷ്ണൻ. നമുക്ക് അങ്ങനെ സങ്കല്പിക്കണം. ഈശ്വരൻ അവതരിച്ചതാണല്ലോ. അങ്ങനെ നമുക്ക് ഭഗവാനെ കൊണ്ട് തന്നെ ഗോപസ്ത്രീകളൊക്കെ ഭഗവാൻ മറഞ്ഞു നിന്നപ്പോൾ ആരെങ്കിലും കണ്ടോ, കണ്ണനെ ആരെങ്കിലും കണ്ടോ, എല്ലാവരോടും ചോദിക്കും. അങ്ങനെ എൻ്റെ അച്ഛൻ എഴുതിയൊരു നാമമാണ് അത്. പക്ഷേ ഇപ്പോൾ ലോകം മൊത്തം നിറഞ്ഞ് 2 വരിയും 3 വരിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓരോരുത്തർക്കുള്ള ഇഷ്ടം അനുസരിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരികളൊക്കെ ഉണ്ടാക്കും. ഞാനും അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാട്ട് അച്ഛൻ്റെ പാട്ടാണ്. എൻ്റെ അച്ഛൻ എത്രയോ വർഷങ്ങൾക്ക്, ഒരു 100 വർഷമെങ്കിലും ആയി കാണും ഇപ്പം ഈ പാട്ട് ഇറങ്ങിയിട്ട്. അച്ഛൻ്റെ കുട്ടിക്കാലത്തും ഒക്കെ ഭജനയ്ക്ക് അച്ഛൻ തന്നെ എഴുതിയ നാമമാണ് അത്. ഇടയ്ക്കൊക്കെ യൂട്യൂബുകാർ പറയും നമ്മൾ അതിനകത്ത് ചേരുന്ന 2 വരികൾ ചേർത്ത് ഇടാം. അങ്ങനെ ഞാനും ഒന്ന് സ്വന്തമാക്കി ഒരു വരി ഇതിൽ ഇട്ട് ഞാൻ നോക്കട്ടെ, നാമം ചൊല്ലി നോക്കി അറിയത്തെ. കാരണം ഇപ്പോൾ കുറച്ച് നാളത്ത് ചൊല്ലാറില്ല. അങ്ങനെ നമുക്കൊന്ന് ചൊല്ലാം. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനി നീലത്തണ്ടാരണി മണിവർണ്ണനി. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനി നീലത്തണ്ടാരണി മണിവർണ്ണനി. ഗോപസ്ത്രീകൾ ആരെങ്കിലും കണ്ടോ? കണ്ണൻ മറഞ്ഞു നിന്നപ്പോൾ അവർക്ക് അതിഭയങ്കരമായ പ്രയാസം, സഹിക്കവയ്യ. ഭഗവാനെ കണ്ടേ പറ്റൂ. ഇവർക്ക് അല്പം ഈഗോ ഉള്ളത് കൊണ്ട് ഭഗവാൻ മറഞ്ഞു നിന്നപ്പോൾ, അപ്പോൾ ഈ ഭക്തന്മാരൊക്കെ ഇങ്ങനെ ഓരോ നാമങ്ങൾ എഴുതുമല്ലോ. ഭാഗവതത്തിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ എഴുതും. അങ്ങനെ എൻ്റെ അച്ഛൻ പാടി നമിച്ചതാ. അച്ഛനത് കണ്ടതുണ്ടോന്നായിരുന്നു, അത് മറ്റുള്ളവർ കണ്ടോരുണ്ടോന്നാക്കി. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനി നീലത്തണ്ടാരണി മണിവർണ്ണനി. കണ്ടാൽ കൊതിക്കും എൻ കണ്ണനി നിങ്ങൾ കണ്ടായോ താമര കണ്ണനി. ഗോകുലപാലനായി വന്നവൻ, ഗോകുലപാലനായി വന്നവൻ, വത്സഗോക്കളെ മേച്ചു നടന്നവൻ. ഗോകുലപാലനാണ്, പശുക്കളെ മേയ്ക്കുന്ന കണ്ണൻ. അങ്ങനെയാണ് അവിടെ വന്നത്. അതായത് നന്ദഗോപരുടെ അടുക്കൽ വസുദേവർ കൊണ്ട് കുഞ്ഞിനെ ആക്കിയെങ്കിലും അത് ഗോകുലത്തിലാണ്. അവിടെ ഗോക്കളെ മേയ്ക്കുന്ന ഗോപിമാരൊത്ത് നടക്കുന്ന ഒരു ഭഗവാനായിട്ട് അവിടെ വളർന്നത്, ഗോക്കളെ മേച്ച് നടന്നത്. അപ്പോഴാണ് ഗോപസ്ത്രീകളുടെയൊക്കെ ചേലയൊക്കെ കവർന്ന് ഭഗവാൻ മരത്തിൻ്റെ മണ്ട കൊണ്ട് വെച്ചതൊക്കെയാണ്. അത് ഞാനിട വരികളാണ് ഇപ്പം ചൊല്ലുന്നത്. ഗോകുലപാലനായി വന്നവൻ, വത്സഗോക്കളെ മേച്ചു നടന്നവൻ, ഗോപസ്ത്രീകളുടെ ചേല കവർന്നവൻ, എന്നും ഗോപികൾക്കിഷ്ടം കൊടുപ്പവൻ. ഗോകുലപാലനായി വന്നവൻ, വത്സഗോക്കളെ മേച്ചു നടന്നവൻ, ഗോപസ്ത്രീകളുടെ ചേല കവർന്നവൻ, എന്നും ഗോപികൾക്കിഷ്ടം കൊടുപ്പവൻ. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനി നീലത്തണ്ടാരണി മണിവർണ്ണനി. കണ്ടാൽ കൊതിക്കും എൻ കണ്ണനി നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. പുല്ലാങ്കുഴലൂതി വന്നവൻ, കൊച്ചുമല്ലാക്ഷിമാരുമായി നിന്നവൻ. പുല്ലാങ്കുഴലൂതി വന്നവൻ, കൊച്ചുമല്ലാക്ഷിമാരുമായി നിന്നവൻ, മല്ലനെ പോരാടി കൊന്നവൻ, കാട്ടിലുല്ലാസമായി നടന്നവൻ. പുല്ലാങ്കുഴലൂതി വന്നവൻ, കൊച്ചുമല്ലാക്ഷിമാരുമായി നിന്നവൻ, മല്ലനെ പോരാടി കൊന്നവൻ, കാട്ടിലുല്ലാസമായി നടന്നവൻ. കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനി നീലത്തണ്ടാരണി മണിവർണ്ണനി.
കണ്ടാൽ കൊതിക്കും എൻ കണ്ണനെ, നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. കണ്ടാൽ കൊതിക്കും എൻ കണ്ണനെ, നിങ്ങൾ കണ്ടായോ താമര കണ്ണനെ. ഇതിൽ നടുക്കത്തെ 4 വരി അത് ഞാൻ സ്വന്തമാക്കി എഴുതി. അങ്ങനെ ഓരോ ചിത്രാമ്മയും ഇത് പാടിയിട്ടുണ്ട്. അതും വേറെ ആളുകൾ 2-3 ഖണ്ഡിക ആദ്യമൊക്കെ കുറേ അച്ഛൻ്റെ നാമം ഇടയ്ക്ക് വേറെ ഉണ്ടാക്കിയ. അതുകൊണ്ട് വേറെ ഒരുപാട് പേര് ഇതിൽ കൂടി ഈ യൂട്യൂബിൽ കൂടി പല രീതിയിൽ ഈ നാമം പലരുടെ ഇഷ്ടപ്രകാരം ഓരോന്നും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമായി. ഇത് അച്ഛൻ്റെ നാമമാണല്ലോ. അവരോട് ഞാൻ കമൻസ് ചോദിച്ചപ്പോൾ അവർ തിരുവല്ലയിലോ ചങ്ങനാശ്ശേരിയിലൊക്കെ ഉള്ളവരാ. പണ്ടേ അവരുടെ അച്ഛന്മാർ അത് അപ്പൂപ്പന്മാരൊക്കെ ഈ നാമം കേട്ട് ഭജന പാടിയിട്ടുള്ളതാ. അത് അവരൊക്കെ ഇപ്പോൾ അവരുടെ കൊച്ചുമക്കളൊക്കെ ഇപ്പോൾ ഇത് പാടുന്നു. അപ്പോൾ എന്തൊരു സന്തോഷമാണ്. എൻ്റെ അച്ഛനെ ഇപ്പോഴും ഈ നാമം എത്ര നാൾ നീണ്ടു നിൽക്കും. അപ്പോഴെല്ലാം എൻ്റെ അച്ഛനെ ഓർക്കാമല്ലോ. അത് നല്ലൊരു നാമമാണ്. ഇനിയും ഉണ്ട് ഇതിൻ്റെ ബാക്കി കുറേ. അതായത് പർവ്വതത്തെ പൊക്കി നിൽക്കുന്നതൊക്കെ അങ്ങനെ ഓരോരോ ഉണ്ട്. നമുക്ക് അടുത്തൊരു നാമം, അതും ഇതുപോലെ യൂട്യൂബുകാർ പറഞ്ഞതനുസരിച്ച് ചിത്രാമ്മ പാടിയ നൃത്തമാടു ആ കൃഷ്ണനുള്ള ആ നാമത്തിൽ ഞാൻ 2-3 വരി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പാടാൻ പാടുള്ള, അല്ലെങ്കിൽ കോപ്പിറൈറ്റൊക്കെ വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ആ നാമം നമുക്ക് ചൊല്ലാം. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ, വെണ്ണ തരാം ശ്രീകൃഷ്ണ മുകുന്ദ, വെണ്ണ തരാം ശ്രീകൃഷ്ണ. നൃത്തം ചവിട്ടുന്നതെങ്ങനെ കൂട്ടരേ, നൃത്തം ചവിട്ടുന്ന എങ്ങനെ കൂട്ടരേ, മേനി തളരുന്നു കാലു കുഴയുന്നു, മേനി തളരുന്നു കാലു കുഴയുന്നു. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. വെണ്ണയനേക്കിഹ മോദമായി നൽകണം, വെണ്ണയനേക്കിഹ മോദമായി നൽകണം. കൊണ്ടുവരൂ വെണ്ണ വേഗം സഖികളെ, കൊണ്ടുവരൂ വെണ്ണ വേഗം സഖികളെ. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. വെണ്ണ കഴിച്ചെൻ്റെ ക്ഷീണമെല്ലാം തീർന്നു, വെണ്ണ കഴിച്ചെൻ്റെ ക്ഷീണമെല്ലാം തീർന്നു. പാടൂ സഖികളെ നൃത്തം ഞാൻ വയ്ക്കട്ടെ, പാടൂ സഖികളെ നൃത്തം ഞാൻ വയ്ക്കട്ടെ. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ, വെണ്ണ തരാം ശ്രീകൃഷ്ണ മുകുന്ദ, വെണ്ണ തരാം ശ്രീകൃഷ്ണ. നൃത്തമാടു കൃഷ്ണ നടനമാടു കണ്ണ, വെണ്ണ തരാം ശ്രീകൃഷ്ണ മുകുന്ദ, വെണ്ണ തരാം ശ്രീകൃഷ്ണ. നമുക്ക് കൃഷ്ണ മുകുന്ദ മുരാരി അത് കേട്ട് പഠിച്ചൊരു പാട്ടാണ്. അച്ഛൻ ഇങ്ങനെ കുട്ടിനാളിൽ പാടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അങ്ങ് മറന്നുപോയി. പിന്നെ ഞാൻ ഇത് ഈ ടി വി കൂടെയൊക്കെ കേട്ട്, കാരണം വരികളെല്ലാം എനിക്ക് അറിയില്ലായിരുന്നു, കേട്ടതെല്ലാം അങ്ങ് മറന്നുപോയി. അങ്ങനെ പഠിച്ചതാണ്. കൃഷ്ണ മുകുന്ദ മുരാരേ, കൃഷ്ണ മുകുന്ദ മുരാരേ, കൃഷ്ണ മുകുന്ദ മുരാരേ. എല്ലാവരും ഭക്തിപൂർവ്വം ഇരിക്കൂ. എല്ലാവർക്കും ഹീലിംഗ് വരുന്നുണ്ട്. ഭക്തിപൂർവ്വം ഇരുന്നാൽ എല്ലാവർക്കും അനുഗ്രഹം കിട്ടും. കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. കരുണാസാഗര കമലാനായക,
കരുണാസാഗര കമലാനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കരുണാസാഗര. സാഗരം പോലെയാണ്, സമുദ്രം പോലെയാണ് ഭഗവാന്റെ കരുണ. എല്ലാവർക്കും എത്ര വേണേലും മേടിക്കാം. ഭഗവാൻ എപ്പോഴും കരുണ നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുക, ഒഴുകിക്കൊണ്ടിരിക്കുക. ഭഗവാന്റെ കരുണ അത് കടൽ പോലെ നമുക്ക് ആർക്ക് വേണേലും കിട്ടും. നമ്മൾ ഭക്തിപൂർവ്വം ഒന്ന് ഇരുന്നു കൊടുത്താൽ മതി. ഭഗവാന്റെ മുമ്പിൽ ആ പാദപീഠത്തിൽ അങ്ങൊന്ന് ഇരുന്നേ, എല്ലാവരും ഒന്ന് അർപ്പിച്ചേ, ഭഗവാന്റെ കരുണയ്ക്കൊന്ന് കൊതിച്ചേ. കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരി കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി കാളിയമർദ്ദന കംസനിഷൂദന കാളിയമർദ്ദന കംസനിഷൂദന കമലാദള നയന ഗോപാല കമലാദള നയന ഗോപാല കാളിയമർദ്ദന കംസനിഷൂദന കാളിയമർദ്ദന കംസനിഷൂദന കമലാദള നയന ഗോപാല കമലാദള നയന ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി കുടിലകുന്തളം കുവലയദള നീലം മധുരമുരളീരവലോലം കോടിമദനധാവണ്യം ഗോപീപുണ്യം ഭജാമി ഗോപാലം ഗോപീജനമന മോഹന വ്യാപക ഗോപീജനമന മോഹന വ്യാപക ഗോപീജനമന മോഹന വ്യാപക കുവലയദള നീല ഗോപാല കുവലയദള നീല ഗോപാല ഗോപീജനമന മോഹന വ്യാപക ഗോപീജനമന മോഹന വ്യാപക ഗോപീജനമന മോഹന വ്യാപക കുവലയദള നീല ഗോപാല കുവലയദള നീല ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കരുണാസാഗര കമലാനായക കനകാംബരധാരി ഗോപാല കനകാംബരധാരി ഗോപാല കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി ജയ കൃഷ്ണ മുകുന്ദ മുരാരി കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി ജദ്യൽ സകലം പരസ്മൈ നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി. ഓം നാരായണായേനിധി സമർപ്പയാമി.